ഒരാഴ്ചക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. പൊതുയിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവും എറണാകുളം സൗത്ത് ബാംഗ്ലൂരു വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതും പ്രമുഖ ബൈബിൾ പണ്ഡിതനായ ഫാദർ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം അന്തരിച്ചതുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. പൊതുയിടങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ സംസ്ഥാന സർക്കാരിനെ വീഴ്ചയുണ്ടായെന്ന പരോക്ഷ വിമർശനത്തോടെയാണ് സുപ്രീംകോടതി വിഷയത്തിൽ നിർണായകമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നിരവധി തെരുവുനായ ആക്രമണ സംഭവങ്ങൾ കോടതി ഉത്തരവിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ പ്രശ്നത്തിന്റെ ഗൗരവം കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കുന്നതായിരുന്നു. വയനാട് പനമരത്ത് സ്കൂളിൽ വെച്ച് ഒരു 3ാം ക്ലാസ്സുകാരിക്ക് നായയുടെ കടിയേറ്റ സംഭവം കോടതി എടുത്തു പറഞ്ഞു. അതേസമയം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ 30 പേർക്ക് കടിയേറ്റ സംഭവവും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ആക്രമണവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൂടാതെ കോട്ടയം, കണ്ണൂർ എന്നിവിടങ്ങളിലെ ബസ് സ്റ്റാൻഡുകളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് കോടതി ചൂണ്ടിക്കാട്ടി. എറണാകുളം ജനറൽ ആശുപത്രിയിലെ തെരുവുനായ ആക്രമണവും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കോടതി കർശനമായ 3 നിർണായക ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. 1. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ അടിയന്തരമായി നീക്കം ചെയ്യണം. 2. പിടികൂടുന്ന നായ്ക്കളെ വന്യംകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. 3. ദേശീയപാതകളിലെ ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനായി നായ്ക്കളെയും കന്നുകാലികളെയും അടിയന്തരമായി മാറ്റണം. ഈ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിലെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി കോടതി കർശനമായൊരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഉത്തരവുകൾ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാർ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം. ഈ വിഷയത്തിലുണ്ടാകുന്ന ഏതൊരു വീഴ്ചയ്ക്കും കർശന നടപടി നേരിടേണ്ടി വരുമെന്നും സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പൊതുയിടങ്ങളിലെ സുരക്ഷിതത്വം, തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലൂടെ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള സുപ്രീംകോടതിയുടെ ഈ ഇടപെടൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയും ഉത്തരവാദിത്തവുമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ എല്ലാ തെരുവുനായ്ക്കളെയും പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക എന്നത് പ്രായോഗികമല്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അഭിപ്രായപ്പെട്ടു. മൃഗങ്ങളെ വന്യംകരിക്കുന്നതിനുള്ള ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിനെതിരെ പോലും ശക്തമായ പ്രാദേശിക പ്രതിഷേധങ്ങളുള്ള സാഹചര്യത്തിൽ തെരുവുനായ്ക്കളെ പൂർണ്ണമായും മാറ്റാൻ കഴിയില്ലെന്നും മന്ത്രി ചോദിച്ചു. തെരുവുനായ്ക്കളെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കാനുള്ള സുപ്രീംകോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നും അത്തരമൊരു നിർദ്ദേശം വന്നാൽ അതിനെ അപ്പോൾ മറുപടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. വിധി പകർപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കോടതി തുറന്ന കോടതിയിൽ നടത്തിയ വാക്കാൽ അഭിപ്രായ പ്രകടനങ്ങൾ, അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ABC കൂടുതൽ ശക്തമായി കാര്യക്ഷമമായി നടപ്പാക്കണം എന്നതാണ് പറഞ്ഞതായിട്ട് കണ്ട ഒരു കാര്യം. അതുപോലെ സ്റ്റെറിലൈസേഷൻ, വാക്സിനേഷൻ ഇത് ശക്തമായി നടപ്പാക്കണം എന്നതാണ്. അതെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കോടതിയിൽ ഉണ്ടായത്, എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് കേരളത്തിന്റെ അഫിഡവിറ്റ് കോടതി സ്വീകരിച്ചു. അഫിഡവിറ്റിൽ നമ്മൾ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളുമാണ് ഈ കാര്യത്തിൽ നമ്മൾ നേരിടുന്നത് എന്ന് അഫിഡവിറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ അഫിഡവിറ്റ് കോടതി അംഗീകരിച്ചു. കേരളത്തിന്റേതുൾപ്പെടെ 9 സംസ്ഥാനങ്ങളുടെ അഫിഡവിറ്റ് ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് ലഭ്യമായിട്ടുള്ള വിവരം. അതിനപ്പുറം ഈ വാക്കാൽ നിരീക്ഷണങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ ഡയറക്ഷൻ കോടതി വിധിയിൽ വന്നതായിട്ട് ഇതുവരെ അറിവില്ല. ഈ മാറ്റണം എന്നതുൾപ്പെടെയുള്ളതാണ് വാർത്തകൾ വരുന്നത്. അത് എത്രത്തോളം പ്രായോഗികമായി കഴിയും? അതെ, അത്തരത്തിലുള്ള ചില വാർത്തകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. ഇതെല്ലാം നേരത്തെ ഇങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളും നടന്നിട്ടുണ്ട്. അത് ഒന്നും പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത്. കാരണം തെരുവുനായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക?
ഇപ്പൊ കേരളം നേരിടുന്ന ഒരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ തന്നെ ഭൂമി കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കളെക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? ABC കേന്ദ്രം ആരംഭിക്കുന്നതിന് എതിരെ ജനങ്ങളുടെ പ്രതിഷേധം, ഷെൽട്ടർ ആരംഭിക്കാൻ പോയാൽ അവിടെയും പ്രതിഷേധം. അപ്പൊ അതുകൊണ്ട് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പൊ അത്തരമൊരു കാര്യമാണ് സംസ്ഥാനത്തോട് സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും ആവശ്യപ്പെടുന്നെങ്കിൽ കേരളം എന്തായിരിക്കും കോടതിയിൽ അറിയിക്കുക? അല്ല, അത് ആവശ്യപ്പെടുമ്പോൾ പറയാം. നമ്മളിപ്പോ അഫിഡവിറ്റിൽ നമ്മുടെ കുറെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരിടുന്ന പ്രയാസം നിലവിൽ നമ്മൾ ഈ തെരുവുനായ വന്ധീകരണം അടക്കമുള്ള കാര്യങ്ങളുള്ള നമ്മളിപ്പോ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പ്രായോഗികമായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. അത് കോടതി സ്വീകരിച്ചിട്ടുണ്ട്, അഫിഡവിറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. മലയാളികൾ കാത്തിരുന്ന എറണാകുളം സൗത്ത് ബാംഗ്ലൂരു വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങളിൽ ഒന്നായിരുന്നു. വീഡിയോ കോൺഫറൻസിംഗ് വഴി വാരണാസിയിൽ നിന്നാണ് രാജ്യത്തെ 4 വന്ദേ ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്തത്. എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് എറണാകുളം സൗത്ത് ബാംഗ്ലൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. 8:41 ട്രെയിൻ യാത്ര ആരംഭിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി P രാജീവ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. ഇതോടൊപ്പം തൃശൂർ, പാലക്കാട്, തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലും പ്രത്യേക ആഘോഷ ചടങ്ങുകൾ നടന്നു. എറണാകുളത്തും ഇന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഒരു അതിവേഗ ട്രെയിൻ എന്നുള്ളത് ഈ നാടിന്റെ പൊതു ആവശ്യമായിരുന്നു. ആർക്കാണ് ഇത്ര തിടുക്കം എന്നൊരു വർത്തമാനമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ എല്ലാവരും നല്ല തിടുക്കത്തിലുള്ള ട്രെയിനുകളാണ്, വേഗതയുള്ള ട്രെയിനുകളാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളൊക്കെ പാർലമെന്റിലുള്ള സന്ദർഭത്തിൽ ചോദിക്കുന്ന ഒരു പ്രധാന ആവശ്യമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വർക്കിംഗ് ടുഗദർ ഇൻ എ കമ്മിറ്റി. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് എപ്പോഴും ട്രെയിൻ വേണം എന്നുള്ളത്, പ്രത്യേകിച്ചും സീസൺ സന്ദർഭങ്ങളിൽ. അപ്പോൾ അതിൽ വന്ദേ ഭാരത് സർവീസ് ഇടയ്ക്ക് നമ്മൾ ഓണക്കാലത്ത് തുടങ്ങി. അതപ്പം തന്നെ സ്ഥിരമാകുമോ എന്നുള്ള പ്രതീക്ഷ എല്ലാവരും കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി. അതിന് ഞാൻ കേന്ദ്ര ഗവൺമെന്റിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നേരത്തെ ബഹുമാനായി മേയർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലോടുന്നവയാണ്. വന്ദേ ഭാരത് തുടങ്ങിയിട്ട് കോച്ചുകൾ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരുന്നതും കേരളത്തിലോടുന്ന ട്രെയിനുകളിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 200% ഓക്യുപ്പൻസി റേറ്റ് വന്നു എന്നാണ് ഒരിക്കൽ നമ്മുടെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിനെ കുറിച്ച് റിപ്പോർട്ടുകൾ കണ്ടത്. എന്തായാലും ഇനിയും നമുക്ക് കൂടുതൽ സർവീസുകൾ വേണം. ഇവിടെ എല്ലാവരും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അത് പൊതുവെ നമ്മുടെ നാടിന്റെ പൊതുവായ ആവശ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ച ബഹുമാനായ MP മേയറുമൊക്കെ സൂചിപ്പിച്ചത്, അന്ന് ഞങ്ങളൊരു വിശദമായ ഇവിടെ പറഞ്ഞ പോലെ ശ്രീ രാജുവിന്റെ പഠനം എല്ലാം അടിസ്ഥാനപ്പെടുത്തി ഒരു ട്രയാങ്കുലർ എന്നുള്ളതാണ്. കാരണം ആലപ്പുഴ എന്നുള്ള കുമ്പളം മുതൽ ഇവിടെ വന്ന് പൊന്നുരുന്നി വച്ച് കോട്ടയത്ത് നിന്നുള്ള ഇതുമായി കണക്ട് ചെയ്യുന്ന ട്രയാങ്കുലർ സംവിധാനം, അതിന്റെ പ്രധാന ടെർമിനലായി ഇവിടെ നേരത്തെ പറഞ്ഞാൽ പൊന്നുരുന്നിയിലുള്ള മാർഷലിംഗ് യാർഡിന്റെ സ്ഥലം ഉപയോഗിക്കുക. അതേപോലെ മഹാത്മാഗാന്ധി വന്നിറങ്ങിയ പഴയ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കുറെ ഒന്നിച്ച് നടന്നാണ് പലരും, അതിനെ ഈ സബർബൻ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനത്തിന്റെ ഹബ്ബാക്കി മാറ്റുക. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ സർവീസ് കളമശ്ശേരിയും തുടങ്ങുന്നത് കൊണ്ട് അവിടെ റെയിൽവേക്ക് സ്ഥലമുണ്ട്. അത് ഫ്രൈറ്റ് ഇതിന്റെ സംവിധാനത്തിന്റെ ടെർമിനലായിട്ട് ഉപയോഗിക്കുക എന്ന വിപുലമായൊരു സർവീസ് വിപുലമായൊരു നിർദ്ദേശങ്ങൾ അന്ന് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. എന്തായാലും അത്തരം കാര്യങ്ങളും ഗവൺമെന്റ് പരിഗണിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഞാൻ 2012 കല്ലിടാൻ പോയത് ആളാണ്. 2012 അന്നത്തെ റെയിൽവേ സഹമന്ത്രി E അഹമ്മദ് സാഹിബ് അന്ന് കല്ലിട്ടതാണ്. MP എന്നാലും ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ കല്ലവിടെ കിടന്നു പോയതല്ലാതെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയില്ല എന്നുള്ളതും ഇപ്പൊ അതൊരു യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന പ്രഖ്യാപനം വന്നു. അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ 2012 ബജറ്റിലെ പ്രഖ്യാപനം 11-12 എന്റെ ഓർമ്മ, ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് എത്തിക്കുന്നത് 11-12 പ്രഖ്യാപനമാണ്. ഇപ്പൊ നമ്മൾ 25 നിൽക്കുന്നത്. ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അതിവേഗത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനും നല്ല രീതിയിൽ ആധുനികമായ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഇപ്പോൾ ഒരു ഭാഗത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ അതിവേഗ ട്രെയിനിനെ സംബന്ധിച്ചും നേരത്തെ ഇവിടെ
കോൺക്ലേവ് അർബൻ കോൺക്ലേവ് നടന്നപ്പോൾ കേന്ദ്ര നഗര വികസന മന്ത്രി തന്നെ പറഞ്ഞിരുന്നു റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് ഇവിടെ അംഗീകരിക്കാം എന്നുള്ള അഭിപ്രായങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വേഗതയിലുള്ള ഗതാഗത സംവിധാനം വേണം എന്നുള്ളതിൽ പൊതുബോധമായി ഇപ്പോൾ വികസിച്ചു വന്നത് സന്തോഷകരമാണ്. എറണാകുളം സൗത്ത് മംഗളൂരു വന്ദേ ഭാരതിന്റെ സാധാരണ സർവീസ് ഈ മാസം 11 തുടങ്ങും. ബുക്കിംഗ് ശനിയാഴ്ച ഉച്ചയ്ക്കോ ഞായറാഴ്ച രാവിലെയോ തുടങ്ങും. ശതാബ്ദി നിരക്കായിരിക്കും ടിക്കറ്റിന്. എറണാകുളം ബാംഗ്ലൂരു AC ചെയർ കാറിന് 1500 രൂപ വരെയാകാം. AC എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2400 രൂപ വരെയും. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരു 630 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത്. 8 കോച്ചുകളിലായി 600 സീറ്റുകളാണുള്ളത്. 9 സ്റ്റോപ്പുകളാണുള്ളത്. ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, കുട്ടികൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തുടങ്ങിയവരാണ് സുവനീർ ടിക്കറ്റുമായി ഉദ്ഘാടന യാത്രയിൽ പോയത്. ബനാറസ്, ഖജുരാഹോ, ലക്നൌ ജംഗ്ഷൻ, സഹരാൻപൂർ, ഫിറോസ്പൂർ, ഡൽഹി വന്ദേ ഭാരത് എന്നിവയും ഇതോടൊപ്പം ഓടിത്തുടങ്ങും. അതേസമയം ആർക്കാണിത്ര തിടുക്കം എന്ന് ചോദിച്ചവർ പോലും വേഗതയുള്ള ട്രെയിനുകൾ ആഗ്രഹിക്കുന്നുവെന്ന് എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ മന്ത്രി P. രാജീവ് പറഞ്ഞു. തലശ്ശേരി അതിരൂപതാംഗവും പ്രമുഖ ബൈബിൾ പണ്ഡിതനുമായ ഫാദർ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം അന്തരിച്ചത് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു. മലയാള ഭാഷയിൽ ബൈബിൾ വൈജ്ഞാനിക രംഗത്ത് സർഗാത്മകവും പണ്ഡിതോചിതവുമായ സംഭാവന നൽകിയ വൈദികനായിരുന്നു അദ്ദേഹം. റോമിലെ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബൈബിൾ വിജ്ഞാനീയത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം POC മലയാളം ബൈബിളിന്റെ ചീഫ് എഡിറ്റർമാരിൽ ഒരാളായിരുന്നു. മലയാളത്തിൽ ബൈബിൾ തർജ്ജമ ചെയ്തതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വലുതായിരുന്നുവെന്ന് അച്ഛന്റെ സേവനങ്ങൾ ഓർത്തെടുത്ത് അലക്സ് വടക്കുംതല പിതാവ് പറഞ്ഞു. മൈക്കിൾ കാരിമറ്റം അച്ഛൻ്റെ വിയോഗം കേരള സഭയ്ക്ക്, ഭാരതസഭയ്ക്ക്, ബൈബിൾ വിജ്ഞാനീയത്തിന് വലിയ ഒരു നഷ്ടമാണ്. എന്നാൽ അനുഗ്രഹീതമായ ഒരു ബൈബിൾ വിജ്ഞാനീയ ധനശേഖരം സഭയ്ക്കും സമൂഹത്തിനും നൽകിയിട്ടാണ്, സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ബൈബിളിൻ്റെ വ്യാഖ്യാനം ഒരു ധ്യാനമായും തപസ്സായും ജീവിതത്തിൽ സ്വീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് ഒരു പ്രവാചക തീഷ്ണതയോടെ, പ്രവാചക ദർശനത്തോടുകൂടെ നൽകുകയും ചെയ്ത ബൈബിൾ പണ്ഡിതനാണ് മൈക്കിൾ കാരിമറ്റം അച്ഛൻ. എത്രയോ പേർക്ക്, എത്രയോ ഹൃദയങ്ങളെ അദ്ദേഹം ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ അവരുടെ ഹൃദയങ്ങളെ കൂടുതൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് 84-ാമത്തെ വയസ്സിൽ അദ്ദേഹം കടന്നു പോകുമ്പോഴും അദ്ദേഹം നിരവധി പേരുടെ ഹൃദയങ്ങളിൽ ജീവിക്കും. കാരണം അവരുടെ പ്രത്യേകിച്ച് POCയിൽ നിന്ന് KCBCയുടെ ആഭിമുഖ്യത്തിൽ പ്രസാദനം ചെയ്തിരിക്കുന്ന മലയാള ബൈബിൾ തർജ്ജമ, അത് മൈക്കിൾ കാരിമറ്റം അച്ഛൻ്റെ കൂടെ ത്യാഗത്തിൻ്റെ ഫലദായകമായ ഓർമ്മയായിരിക്കും. അപ്പോൾ അച്ഛൻ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കും. അച്ഛൻ യാത്രാമൊഴി നേരുന്നു. അനന്ത സൗഭാഗ്യത്തിൽ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ ആ വചനത്തോടൊപ്പം നിത്യം ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. KCBC മാധ്യമ കമ്മീഷന്റെ ദാർശനിക അവാർഡ്, ജോൺ കുന്നപ്പള്ളി അവാർഡ്, കുണ്ടുകുളം അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ മൈക്കിൾ കാരിമറ്റം അച്ഛൻ നേടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലും നിരവധി ഗ്രന്ഥങ്ങളും പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ചിത്രകഥകളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പരാജിതരുടെ സുവിശേഷം, വീട് വിഴുങ്ങുന്നവരും, ചില്ലിക്കാശും, വിശ്വാസത്തിന്റെ വേരുകൾ, ആത്മാക്കളുടെ ലോകം, കാണാപ്പുറം, കുരിശിന്റെ സുവിശേഷം, ഗുരുമൊഴികൾ, വെളിപാട് പുസ്തകം, ഒരു വ്യാഖ്യാനം തുടങ്ങി നിരവധി കൃതികളുടെ രചയിതാവാണ് ഫാദർ മൈക്കിൾ കാരിമറ്റം. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ സ്നേഹിച്ച വൈദികന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ മൈക്കിൾ കാരിമറ്റം അച്ഛൻ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ ഒത്തിരിയേറെ ദുഃഖമുണ്ട്. പക്ഷേ അതേസമയം തന്നെ അച്ഛൻ നൽകിയ വലിയ സംഭാവനകൾ ഓർക്കുമ്പോൾ അച്ഛനെക്കുറിച്ച് വലിയ അഭിമാനവും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വലിയ കൃപ അച്ഛന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയമില്ല. ചെറുപ്പകാലങ്ങളിൽ അച്ഛൻ്റെ ബൈബിൾ ചിത്രകഥാ പുസ്തകങ്ങളൊക്കെ വായിക്കുവാനും ബൈബിളിനെക്കുറിച്ച് നല്ല ധാരണകൾ പുലർത്തുവാനും ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. വൈദികനായ തലശ്ശേരി അതിരൂപതയിൽ ചേർന്നതിന് ശേഷം അച്ഛൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിലാണ് അച്ഛനെ കൂടുതൽ അടുത്ത് പരിചയപ്പെടുവാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുള്ളത്. അച്ഛൻ പ്രീസ്റ്റ് ഹോമിലായിരിക്കുമ്പോൾ പല അവസരങ്ങളിൽ അച്ഛനെ കാണുവാനും അച്ഛനോട് ഒത്തിരിയേറെ സംസാരിക്കുവാനും ദൈവം അവസരം തന്നിട്ടുണ്ട്.
വളരെ ഭംഗിയായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു നല്ല വൈദികനായിരുന്നു മൈക്കിൾ അച്ഛൻ എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല, അച്ഛനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുന്നത് അച്ഛന് മരണത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അച്ഛന് അസുഖമായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതിനു ശേഷം അച്ഛൻ പിതാവിനോട് വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചു, എനിക്ക് ഒത്തിരി ചികിത്സകളൊന്നും ആവശ്യമില്ല പിതാവേ, ഞാൻ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അച്ഛൻ വ്യക്തമായി പറയുകയുണ്ടായി. മാത്രമല്ല, തുടർന്ന് ഞങ്ങളുടെ അച്ഛന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അച്ഛൻ തൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കുറിപ്പുകൾ എഴുതിയിടും എന്നത് വളരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അച്ഛന് നിത്യ ജീവനിൽ സ്വർഗത്തിൽ വലിയ പ്രത്യാശയുണ്ടായിരുന്നു. അതിനുവേണ്ടി അച്ഛൻ ഏറ്റവും ആത്മാർത്ഥമായി ഒരുങ്ങിയിരുന്നു എന്നുള്ളതും തന്നെയാണ്. അതിനാൽ ഈ അവസരത്തിൽ അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ സഭയ്ക്ക്, സമൂഹത്തിന്, നമ്മുടെ കത്തോലിക്ക സഭയിൽ ഏറ്റവും ശക്തനായ ഒരു വൈദികൻ ഉണ്ടായതിൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അച്ഛനിലൂടെ സഭയ്ക്കും നമ്മൾ വിശ്വാസികളായ ഓരോരുത്തർക്കും ലഭിച്ച വലിയ സൗഭാഗ്യത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തെക്കുറിച്ച് വിശ്വാസികളെ പഠിപ്പിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച അദ്ദേഹം 1942 ഓഗസ്റ്റ് 11 ജനിച്ചത്. 1968 വൈദികനായി അഭിഷിക്തനായി. റോമിലെ പൊന്തിഫിക്കൽ അർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിലും റോമിലെ പൊന്തിഫിക്കൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബൈബിൾ പഠനത്തിനും ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം നിരവധി അക്കാദമിക് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും അദ്ദേഹം നൽകിയ ശ്രദ്ധേയമായ സംഭാവനകളെ മാനിച്ച് സീറോ മലബാർ കത്തോലിക്ക സഭ അദ്ദേഹത്തിന് മൽപ്പാൻ എന്ന പദവി നൽകി ആദരിച്ചിരുന്നു. അക്കാദമിക് നേട്ടങ്ങൾക്കപ്പുറം ഫാദർ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം ബൈബിൾ പരിജ്ഞാനം പങ്കുവയ്ക്കുന്നതിനായി തന്റെ ജീവിതം സമർപ്പിച്ചു. വിശ്വാസത്തിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അദ്ദേഹം വിശ്വാസികളെ ബൈബിൾ വചനങ്ങൾ പഠിപ്പിച്ചതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം അച്ഛൻ്റെ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികളോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി അതിരൂപതയുടെ പാസ്റ്റർ സെൻ്ററായ സന്ദേശവൻ്റെ മുമ്പിലാണ്. ദീർഘകാലം മൈക്കിൾ അച്ഛൻ ഈ ഭവനത്തിൽ താമസിച്ചാണ് അദ്ദേഹത്തിൻ്റെ ബൈബിൾ അപ്പോസ്റ്റേറ്റ് ഡയറക്ടർ എന്ന തസ്തികയിലുള്ള സേവനം തിരുസഭയ്ക്ക് പ്രദാനം ചെയ്തത്. ഞങ്ങൾ അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുകയാണ്. മൈക്കിൾ അച്ഛൻ്റെ മരണസമയത്തിന് അല്പം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ എനിക്ക് സാധിച്ചു. മിനിയാന്നാണ് അദ്ദേഹം നമ്മെ വേർപെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ മരണസമയത്തിന് മുമ്പ് അദ്ദേഹത്തോടുകൂടി അവസാനമായി പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിച്ചു. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. വളരെയധികം പ്രത്യാശയോടെയാണ് അദ്ദേഹം വരാനിരിക്കുന്ന ജീവിതത്തിലേക്ക് കടന്നുപോയത്. ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ജീവിതക്രമം പാലിച്ചുകൊണ്ട് ജീവിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ വചനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അദ്ദേഹം ഒരു വചന ഉപാസകനാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. വചനം ആഴത്തിൽ പഠിക്കുകയും ആ പഠിച്ച വചനം എപ്രകാരം മനുഷ്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് സ്വയം കാണിച്ചു തരികയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു വന്യ വൈദികനാണ് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ. അച്ഛൻ എഴുതിയ പുസ്തകങ്ങൾക്ക് കണക്കില്ല. ലേഖനങ്ങൾ, അനേകായിരം ലേഖനങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം മറ്റുള്ളവരെ വചനത്തിലേക്ക് അനയിക്കുവാൻ വേണ്ടിയായിരുന്നു. ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മുടെ പരിശുദ്ധ പിതാവ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എത്രയോ നാളുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ ഇതേ കാര്യം പറഞ്ഞിരുന്നുവെന്ന് ഞാൻ ഓർക്കുകയാണ്. ഗുഡ് ന്യൂസ് ടി വിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നതും വളരെ വ്യക്തമായി ഇന്ന് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസികൾക്ക് വ്യക്തമാക്കി അന്നേ മൈക്കിൾ അച്ഛൻ പറഞ്ഞിരുന്നു. കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ഒരു ക്രാന്തദർശിയായിരുന്നു മൈക്കിൾ അച്ഛൻ എന്ന് പറയാം. വിശ്വാസത്തെ അതിൻ്റെ തനിമയിൽ മനസ്സിലാക്കാൻ, വിശ്വാസത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒട്ടും വെള്ളം ചേർക്കാതെ വിശ്വാസത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ അല്പം വിപ്ലവാത്മകരമായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊക്കെ വചനത്തിൻ്റെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഴമേറിയ അനുഭവത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിത മൂല്യങ്ങളെയുമൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ബഹുമാനപ്പെട്ട മൈക്കിളച്ചന് മുമ്പിൽ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. മൈക്കിളച്ചൻ അവശേഷിപ്പിച്ചു പോകുന്നത് ഈ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം നയിക്കണമെന്ന വലിയ സത്യമാണ്. മനുഷ്യജീവിതത്തിൽ ആത്യന്തികമായിട്ട് ഒരു കാര്യം മാത്രമേ അവശേഷിക്കുകയുള്ളൂ, അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. മൈക്കിളച്ചൻ ജീവിതകാലത്ത് മുഴുവൻ തന്നെ സൃഷ്ടിച്ച, താൻ വിശ്വസിക്കുന്ന ദൈവത്തോടൊപ്പം ജീവിച്ചു.
മരണശേഷവും ഈ ദൈവത്തോടൊപ്പമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അഭിമന്യ പിതാക്കന്മാരോട് രോഗശയ്യയിൽ വെച്ച് പറഞ്ഞു, എൻ്റെ ജീവിതം ഒരിക്കലും കൃത്രിമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. വെന്റിലേറ്ററോ അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് എൻ്റെ ജീവിതത്തെ കൃത്രിമമായിട്ട് നീട്ടരുത്. സ്വാഭാവികമായൊരു മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം, എന്നെ പരിപാലിച്ച എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് മൈക്കിളച്ചൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ദൈവപിതാവിൻ്റെ മടിയിൽ മൈക്കിളച്ചൻ നിത്യശാന്തി അനുഭവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈക്കിളച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൈക്കിളച്ചൻ്റെ മാധ്യസ്ഥവും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതവും നമുക്ക് നയിക്കാം. മൈക്കിളച്ചന് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, തലശ്ശേരി അതിരൂപതയ്ക്ക്, കേരള സഭയ്ക്ക്, ഭാരതസഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.